സോ ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്നലത്തെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പറയാനുള്ളത് 80 ഡിഡക്ഷൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഡക്ഷനാണ്. ദാറ്റ് ഈസ് 80G ഡിഡക്ഷൻ. 80G ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡക്ഷൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് ഡൊണേഷൻസിനാണ്. നമ്മൾ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടിവിറ്റീസിനോ ഡൊണേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് ക്ലെയിം ചെയ്യേണ്ട ഒരു സെക്ഷനാണ് 80G. അത് രണ്ടെണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. 100% ഡിഡക്ഷനും 50% ഡിഡക്ഷനും. നമ്മൾ ഡൊണേഷൻ കൊടുത്ത് ഏതെങ്കിലും ആക്ടിവിറ്റീസിൽ, ഈ പറയുന്ന ആക്ടിവിറ്റീസിൽ കുറച്ച് ആക്ടിവിറ്റീസ് പറയുന്നുണ്ട് നമ്പർ ഇട്ടിട്ട്, ആ പറയുന്ന ആക്ടിവിറ്റീസിനെല്ലാം നമ്മൾ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ഡിഡക്ഷൻ കിട്ടുന്നതും 50% ഡിഡക്ഷൻ കിട്ടുന്ന ഡൊണേഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി 100% ഡിഡക്ഷൻസ് കിട്ടുന്ന ഡൊണേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നാഷണൽ ഡിഫൻസ് ഫണ്ട്. ഓക്കെ, നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡൊണേറ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 100% നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. രണ്ടാമത്തെ നാഷണൽ കൾച്ചറൽ ഫണ്ട്. മൂന്നാമത്തെ നാഷണൽ സ്പോർട്സ് ഫണ്ട്. നെക്സ്റ്റ് നാഷണൽ ചിൽഡ്രൻ വെൽഫെയർ ഫണ്ട്. ദെൻ നാഷണൽ ഫണ്ട് ഫോർ കമ്മ്യൂണൽ ഹാർമണി. ദെൻ നാഷണൽ ഇൽനസ് അസിസ്റ്റൻസ് ഫണ്ട്. ദെൻ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്. ദെൻ ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട്. അപ്പോൾ ഇത്രയെണ്ണമാണ് 100% ഡിഡക്ഷൻസ് കിട്ടുന്ന ഡൊണേഷൻ. ഇത് പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണ് തോന്നുന്നു. നാഷണൽ ഡിഫൻസ് ഫണ്ട് അല്ലേ, ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന എമൗണ്ടിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, കൾച്ചറൽ ഈവൻറ്റ്സ്, സ്പോർട്സ്, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നാഷണൽ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്, അതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഫണ്ടിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദെൻ മതസൗഹാർദ്ദം വളർത്താൻ, കമ്മ്യൂണൽ ഹാർമണി പറഞ്ഞു കഴിഞ്ഞാൽ മതസൗഹാർദ്ദം വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫണ്ടിലേക്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ നാഷണൽ ഇൽനസ് അസിസ്റ്റൻസ് ഫണ്ട്, അതായത് ആരോഗ്യപരമായിട്ടുള്ള അസുഖങ്ങൾ, അതിന് ട്രീറ്റ്മെൻറ്റ്സ്, അതിനെല്ലാം ഉള്ള ഒരു ഫണ്ടിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ നാഷണൽ റിലീഫ് ഫണ്ട്, പ്രൈം മിനിസ്റ്ററിൻ്റെ നാഷണൽ റിലീഫ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻസ് എല്ലാം നടത്തിക്കഴിഞ്ഞാൽ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് മൊത്തമായും നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷനായിട്ട് നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80G പ്രകാരം ഡിഡക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ദെൻ 50% ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കൂ, ഡൊണേഷൻസ് നോക്കുക. പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട്. പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡ്രോട്ട് പറഞ്ഞാൽ വരൾച്ച അല്ലേ. അപ്പോൾ വരൾച്ച നേരിടാൻ വേണ്ടിയിട്ടുള്ള പ്രൈം മിനിസ്റ്ററിൻ്റെ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ പറയുന്നത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇനി പറയുന്ന പേരുകളെല്ലാം നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ആയ ആൾക്കാരുടെ പേരുകൾ ചേർത്തുള്ള ഫണ്ടാണ്. ഒന്ന്, ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട്. ഓക്കെ, ദെൻ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ്. ദെൻ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ ജവഹർലാൽ നെഹ്റു, അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഈ പറഞ്ഞ 3 പ്രൈം മിനിസ്റ്റേഴ്സും അതേപോലെ പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ടിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട്, അതിൻ്റെ ക്വാളിഫയിങ് എമൗണ്ടിൻ്റെ 50% ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ക്വാളിഫയിങ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു കാൽക്കുലേഷൻ ഉണ്ട്, അത് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് 80G കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡിഡക്ഷൻ പറയുന്നത് 80GG ആണ്. 80GGയിൽ പറയുന്നത് ഡൊണേഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് ഹൗസ് റെൻറ്റ് പെയ്ഡ്. ദിസ് ഡിഡക്ഷൻ ഈസ് അവൈലബിൾ ടു ദോസ് ഹൂ ഹാവ് നോ സെൽഫ് ഹൗസ് അറ്റ് വർക്കിംഗ് പ്ലേസ് ആൻഡ് നോ HRA ഈസ് റിസീവ്ഡ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും താമസിക്കുന്നത് റെൻ്റൽ ഹൗസിലാണ്, ഒരു വാടക കൊടുത്തിട്ടുള്ളൊരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ, നമ്മുടെ വർക്ക് പ്ലേസിൽ നമുക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തത് കാരണമായിരിക്കാം നമ്മൾ വാടക വീട് എടുക്കുന്നത് അല്ലേ. അങ്ങനെയാവുമ്പോൾ ആ വീടിന് നമ്മൾ റെൻറ്റ് കൊടുക്കുന്നുണ്ട്, നമ്മുടെ സാലറിയിൽ നമുക്ക് ഈ ഹൗസ് റെൻ്റ് അലവൻസ് പറയുന്ന ഒരു കാര്യം കിട്ടുന്നുമില്ല. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് 80GG പ്രകാരം നമ്മൾ എത്രയാണോ റെൻറ്റ് അടയ്ക്കുന്നത്, റെൻറ്റ് പേയ്മെൻറ്റ് നടത്തുന്നത് നമ്മുടെ വീടിന്, അത് നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 3 മെത്തേഡ് പറയുന്നുണ്ട്. എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ അറ്റ്ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഈ 3 സെഗ്മെൻറ്റിൽ ഏറ്റവും ചെറിയ എമൗണ്ട് എത്രയാണോ
അത് നമുക്ക് ATGG പ്രകാരം റെൻറ്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാമെന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ ലെവൽ പറയുന്നുണ്ട് റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് ടോട്ടൽ ഇൻകം. റെൻറ്റ് പെയ്ഡ് എത്രയാണോ അതിൽ നിന്നും നമ്മുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ 10% മൈനസ് ചെയ്യുക, അതൊരു ലെവൽ. ദെൻ രണ്ടാമത്തെ 25% ഓഫ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകത്തിൻ്റെ 25% കാണാം, എന്നിട്ട് അതവിടെ വയ്ക്കാം. ദെൻ 5,000 പെർ മന്ത് പറയുമ്പോൾ ഇൻറ്റു 12 ചെയ്യേണ്ടി വരും അല്ലേ, അതും ഒരു ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ 3 കാൽക്കുലേഷനിലെ ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാണോ അത് ATGG ഡിഡക്ഷനായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് ATGGC. ATGGCയിൽ പറയുന്നത് എന്താണ്? ഡൊണേഷൻ ടു രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടി. ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇലക്ഷൻ പ്രചരണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വെൽഫെയർ ആക്ടിവിറ്റീസിനോ ഒക്കെ വേണ്ടി നമ്മൾ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 100% നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാമെന്നാണ് പറയുന്നത്. അത് പറയുന്ന സെക്ഷൻ ATGGC. അപ്പോൾ ATG ഡൊണേഷൻ, ATGG റെൻറ്റ് പെയ്ഡ് ഫോർ റെൻ്റൽ ഹൗസ്. ദെൻ ATGGC പറയുന്നത് എന്താണ്? രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടീസിന് നമ്മൾ എമൗണ്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 100% ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, ദെൻ പറയുന്നത് ATTTA. അതിൽ പറയുന്നത് ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഫ്രം പോസ്റ്റ് ഓഫീസ് ആൻഡ് നാഷണലൈസ്ഡ് ബാങ്ക് അപ് ടു ₹10,000. അപ്പോൾ TTA എന്ന് പറയുന്നത് ബാങ്ക്, നമുക്കൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് വിചാരിക്കുക, ഏതെങ്കിലും ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസിലോ നാഷണലൈസ്ഡ് ബാങ്കിലോ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ എമൗണ്ട് എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഇൻട്രസ്റ്റ് 10,000 രൂപ വരെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണ്? പോസ്റ്റ് ഓഫീസിലും നാഷണലൈസ്ഡ് ബാങ്കുകളിലും സേവിങ്സ് ഡെപ്പോസിറ്റ് വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റി കൂടിയാണ് ATTTA. ഓക്കെ, അപ്പോൾ 10,000 രൂപ വരെ ഇൻട്രസ്റ്റ് കിട്ടിയ ഈ പറഞ്ഞ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇൻട്രസ്റ്റ് ലഭിക്കുകയാണെന്ന് വെച്ചാൽ അത് നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം ATTTA പ്രകാരം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ATTTB അത് പറഞ്ഞാൽ ഓൺലി ഫോർ സീനിയർ സിറ്റിസൺ. അത് പറയുന്നത് TTBയിൽ പറയുന്നത് സീനിയർ സിറ്റിസൺ ഉള്ളതാണ്. ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഫ്രം പോസ്റ്റ് ഓഫീസ് ആൻഡ് നാഷണലൈസ്ഡ് ബാങ്ക് എമൗണ്ട് അപ് ടു 50,000. അപ്പോൾ സാധാരണഗതിയിൽ സീനിയർ സിറ്റിസൺ അല്ലാത്തൊരു വ്യക്തിക്ക് TTA പ്രകാരം ATTTA പ്രകാരം 10,000 അതേപോലെ തന്നെ TTB പ്രകാരം സീനിയർ സിറ്റിസൺ ആണെന്ന് വെച്ചാൽ 50,000 വരെയും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലോ നാഷണലൈസ്ഡ് ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലോ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് ഇൻട്രസ്റ്റ് ലഭിക്കുകയാണെന്ന് വെച്ചാൽ 10,000 രൂപ വരെ നോർമൽ പേഴ്സൺസിനും 50,000 വരെ സീനിയർ സിറ്റിസനും ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ATUവിൽ ഹാൻഡിക്യാപ്ഡ് അസസ്സി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് പേ ചെയ്യുന്ന വ്യക്തി തന്നെയാണ്, ഡിപ്പെൻഡൻറ്റിൻ്റെ കാര്യമല്ല പറയുന്നത്. ഓക്കെ, ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ ഫോർ നോർമൽ ഡിസബിലിറ്റി ₹75,000, ഫോർ സിവിയർ ഡിസബിലിറ്റി 1,25,000. അപ്പോൾ ഒരു ഫിസിക്കലി ഡിസേബിൾഡ് അല്ലെങ്കിൽ ഫിസിക്കലി ചാലഞ്ച്ഡ് പേഴ്സൺ ആണെന്ന് വെച്ചാൽ അയാളുടെ ഫിസിക്കലി ചാലഞ്ച് ഡിസബിലിറ്റി പറയുന്നത് നോർമൽ കേസാണെന്ന് വെച്ചാൽ 75,000 വരെ അയാൾക്ക് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ATU പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സിവിയർ ഡിസബിലിറ്റി ഉണ്ട്, ഒരുപാട് വയ്യാത്ത ആളാണെന്ന് വെച്ചാൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 1,25,000 വരെ ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്കിയത് ഏതൊക്കെയായിരുന്നു? ഡിഡക്ഷൻസ് അല്ലേ. ഇന്ന് നോക്കിയത് ATG മുതൽ ATU വരെയുള്ള ഡിഡക്ഷൻസാണ്. അതിൽ ATG പറയുന്നത് പ്യുവർലി ഡൊണേഷനാണ്. രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 100% ഡൊണേഷനും 50% ഡൊണേഷനും. രണ്ടാമത്തെ ATGG റെൻറ്റ് പെയ്ഡ് ഫോർ എ ഹൗസ് ഇൻ വർക്ക് പ്ലേസ് ആൻഡ് ഹീ ഈസ് നോട്ട് ഗെറ്റിംഗ് എനി HRA ഫ്രം ഹിസ് employer. Okay, in that condition we can deduct an amount up to least of the following. The first one, rent paid minus 10% of total income, then 25% of total income, 5,000 per month. Okay, least of the three can be deducted from total income as ATGG deduction. Okay, ATGGC പറയുന്നത് എന്തിനാണ്? പൊളിറ്റിക്കൽ പാർട്ടീസിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ TTA സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലോ നാഷണലൈസ്ഡ് ബാങ്കിലെ
സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലോ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലോ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 വരെ നമുക്ക് അതിൻ്റെ സേവിങ്സ് ബാങ്കിൽ നിന്നും ഡെപ്പോസിറ്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യാം. TTB ആണെച്ചാൽ അത് സീനിയർ സിറ്റിസന് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിനും സെയിം സിറ്റുവേഷനിൽ 50,000 ഡിഡക്റ്റ് ചെയ്യാം. 80Uലാണെച്ചാൽ എന്താണ്, ഹാൻഡിക്യാപ്ഡ് അസസീനാണ്. സിവിയർ ഡിസബിലിറ്റി ആണെച്ചാൽ 1,25,000 നോർമൽ ഡിസബിലിറ്റി ആണെച്ചാൽ 75,000 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ.